മഹാറാണി സിൽക്സ്, നിലമ്പൂർ. സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ തീർത്തും അറിയേണ്ട വാർത്തയിലേക്കാണ് വണ്ടൂർ വിഷൻ ന്യൂസ് ആദ്യം ശ്രദ്ധ ക്ഷണിക്കുന്നത്. ജില്ലയിലെ യുവാക്കൾ കഞ്ചാവിന് പുറമെ ലഹരിക്കായി മാനസിക വിഭ്രാന്തിയുള്ളവർ ഉപയോഗിക്കുന്ന ഗുളികകൾക്ക് അടിമകളാകുന്നുവെന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ. മരുന്നുകൾ ജില്ലയിലേക്ക് എത്തിക്കാൻ വൻ ലോബികൾ രംഗത്ത്. പൂക്കോട്ടുംപാടം SI അമൃതരംഗൻ കണ്ടെത്തിയത് ഇത്തരം ഗുളികകൾ ഉപയോഗിക്കുന്ന 9ഓളം പേരെ. കോളേജ് വിദ്യാർത്ഥികളടക്കം യുവാക്കളെയാണ് മരുന്ന് വിൽപ്പന നടത്തുന്ന ലോബികൾ ലക്ഷ്യമിടുന്നത്. ഇത്തരം ഗുളികകൾ ജില്ലയിൽ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്. നിട്രോസൺ 10, വെറ്റ് 10, മാക്സ് ഗ്ലെയിൻ 150, ട്രാജ്ലിൻ 150 തുടങ്ങിയ ഗുളികകളാണ് കഞ്ചാവിനു പുറമെ യുവാക്കൾ ആശ്രയിക്കുന്നത്. ഗുളികകൾ ഉപയോഗിച്ചാൽ കണ്ണുകൾ സ്വാഭാവികമായും ചുവന്നിരിക്കും. ഇതിനായി ആശ്രയിക്കുന്നത് ഐ ഡ്രോപ്സുകളെയാണ്. പോലീസ് നടത്തിയ പരിശോധനയിൽ പൂക്കോടുംപാടത്ത് തന്നെ നിരവധി യുവാക്കൾ ഇതിനകം അടിമകളായതായി തെളിഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറന്നതായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറം SP ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. സ്കൂളും പരിസരങ്ങളും വ്യാപകമായ ചെക്കിംഗ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് പൂക്കോട്ടുംപാടം പോലീസ് ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് ശ്രദ്ധിച്ചതിൽ ആദ്യത്തെ 3 ദിവസം നമുക്ക് ഹാൻഡ്സ് കിട്ടിയായിരുന്നു. വീണ്ടും റെയ്ഡ് നടത്തിയപ്പോൾ പല സ്ഥലങ്ങളിൽ പല കുട്ടികളെ ആവശ്യമില്ലാത്ത സമയത്ത് കാണുമെന്ന് മനസ്സിലായി. അവിടെ ചെന്ന് റെയ്ഡ് നടത്തിയതിലാണ് ഇതിൽ 10 പേരോളം കഞ്ചാവ് വലിച്ചതുമായി നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയത്. ഇതുകൂടാതെ പലരും ഇരിക്കുന്ന താവളങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും അപകടകരമായിട്ട് തോന്നിയത് ഗുളികകൾ കിട്ടുന്നുണ്ട്. പാരസെറ്റമോൾ എന്ന് പറയുന്ന പോലെയാണെങ്കിലും ഇതിന്റെ ഒരു പേര് നൈട്രസൺ 10ഉം വേറൊരു ഗുളികയുടെ പേര് വെറ്റ് 10ഉം മാസ് ഗാൽബിൻ 150, പ്രഗാലിൻ 150. ഇത് സൈക്കാട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉറക്ക ഗുളികയെന്നും പറയുന്നുണ്ട്. ഡോക്ടറിനോട് പറയും ഇത് ഭാവിയിൽ വളരെയധികം ഇവർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കും. ഒരു മന്ദബുദ്ധിയിലേക്ക് പോകാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഇതുകൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുന്നതാണ് ഈ ഐ ഡ്രോപ്സ്. അതായത് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ കണ്ണ് റെഡ് ആകുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇവർ വെച്ചിരിക്കുന്നുണ്ട്. നമ്മളൊരു വീട്ടുകാരോടും അവരുടെ ബന്ധുക്കളോടുള്ളൊരു ഉപദേശം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് കാണുകയാണെങ്കിൽ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ഇവരെ നമുക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്ത് ഇത് തോന്നിയാലും സമൂഹത്തിലെ എല്ലാവരും പോലീസിനോട് സഹകരിക്കണം. ഈ ഗുളികകൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇതുവരെ നമ്മുടെ അറിവിൽ മലപ്പുറം ജില്ലയിലില്ല. പക്ഷെ പുറത്തുനിന്ന് ഇത് കൊണ്ടുവരികയും ഒരു ഗുളികയ്ക്ക് 100 രൂപ വരെ കച്ചവടം നടക്കുന്നതായിട്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ. അപ്പോൾ അതിന്റെ വ്യാപകമായ റെയ്ഡിന് വരും ദിവസങ്ങളിൽ നടക്കും. അതിന്റെ മേൽനോട്ടം നിലമ്പൂർ CA KM ദേവസ്യ സാറാണ്. ഒരു ടീം ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ് ടു ഡേഷൻ എപ്പോഴും SP-നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. 9 പേർക്കെതിരെ നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുവെന്ന വകുപ്പ് ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയായതിനാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ നിരവധിയാണ്. ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഗുളികകൾ മാനസിക വിഭ്രാന്തിയുള്ളവർക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം കടുത്ത നിയന്ത്രണത്തോടെ മാത്രം വിൽപ്പന നടത്തുന്ന മരുന്നാണ്. ഇത് രോഗബാധിതരല്ലാത്തവരെ ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. കേരളത്തിന് പുറത്തു നിന്നെത്തിക്കുന്ന 4 രൂപ വില വരുന്ന ഈ ഗുളിക ഒരെണ്ണത്തിന് 100 രൂപയാണ് യുവാക്കളിൽ നിന്നും ഈടാക്കുന്നത്. 9 പ്രതികളുടെ കൈകളിൽ നിന്നും ഇത്തരം ഗുളികകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം.
വണ്ടൂർ വിഷൻ ന്യൂസ്, വാണിയമ്പലം. ഡെയിലി പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് അമർത്തൂ. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ അമർത്തൂ.